ആണവ കരാറിൽ ധാരണയായില്ലെങ്കിൽ ഇറാനുമേൽ പരിമിതമായ ആക്രമണം നടത്താൻ ആലോചിക്കുന്നതായി US പ്രസിഡന്റ് ട്രംപ് വീണ്ടും അറിയിച്ചിരിക്കുകയാണ്. കരാറിനായി പരമാവധി ഇനി 15 ദിവസം സമയം ഇറാന് നൽകിയിട്ടുണ്ടെന്നും ഈ സമയപരിധിക്കുള്ളിൽ ധാരണയിലെത്തിയില്ലെങ്കിൽ ആക്രമണം നടത്തുമെന്നുമാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഈ വാരാന്ത്യത്തിൽ ഇറാനെ ആക്രമിക്കാൻ സന്നദ്ധമാണ് എന്നാണ് US സൈന്യം വൈറ്റ് ഹൌസിനെ അറിയിച്ചത്. ഇതോടുകൂടി പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി രൂക്ഷമായിരിക്കുകയാണ്. ഒന്നെങ്കിൽ കരാർ ഉണ്ടാകും, അല്ലെങ്കിൽ ഇറാനെ സംബന്ധിച്ച് കാര്യങ്ങൾ ദൗർഭാഗ്യകരമാകും. ഇതാണ് ട്രംപ് പറഞ്ഞ വാക്കുകൾ. നേരത്തെ ബോർഡ് ഓഫ് പീസ് സമ്മേളനത്തിലും ഇറാൻ അർത്ഥവത്തായ കരാർ ഉണ്ടാക്കിയില്ല എങ്കിൽ 10 ദിവസത്തിനകം എന്തു നടക്കുമെന്ന് കാണാമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. US സൈനിക നടപടി ഉണ്ടായാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ തങ്ങൾക്ക് നിയമപരമായ അവകാശമുണ്ടെന്നാണ് UN-ലെ ഇറാൻ സ്ഥാനപതി അമീർ സയ്യിദ് ഇറാവാനി പ്രസ്താവിച്ചത്. UN സെക്രട്ടറി ജനറലും രക്ഷാസമിതി അധ്യക്ഷനുമായ അയച്ച കത്തിലാണ് ഇവാനി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനെ ആക്രമിക്കാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർഷ്യ ഉൾപ്പെടെയുള്ള ബ്രിട്ടന്റെ താവളങ്ങൾ US-ന് വേണ്ടി വന്നേക്കാമെന്ന ട്രംപിന്റെ സമൂഹ മാധ്യമ പോസ്റ്റും കത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. US പ്രസിഡന്റ് ആക്രമണം അഴിച്ചുവിടാൻ ഉത്സാഹപ്പെടുത്തുന്ന പ്രസ്താവന വലിയ അപകടത്തിന്റെ സൂചനയാണെന്നും അതിന്റെ പ്രത്യാഘാതങ്ങൾ മേഖലയ്ക്ക് മാത്രമല്ല അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്നും ഇറാവാനി ചൂണ്ടിക്കാട്ടി. സൈന്യത്തെ ഉപയോഗിച്ചുള്ള ഇത്തരം നിയമവിരുദ്ധ ഭീഷണികൾ തടയാൻ രക്ഷാസമിതിയോട് ഇറാൻ ആവശ്യപ്പെട്ടു. സമാധാനപരമായ ആണവ സമ്പുഷ്ടീകരണമാണ് ഇറാൻ കാംക്ഷിക്കുന്നത് എന്നും നയതന്ത്രപരമായ പരിഹാരങ്ങൾക്ക് സന്നദ്ധമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ സഖ്യകക്ഷികളായ ഇസ്രയേലിനു നേരെ ഇറാൻ ആക്രമണം നടത്തിയാൽ ചിന്തിക്കാൻ പോലും ആകാത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഭീഷണിപ്പെടുത്തിയത്. സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേൽ സൈനികർക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ 2025 ജൂലൈ 20 ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ കക്ഷി ചേർന്ന് അമേരിക്ക ഇറാനെ ആക്രമിച്ചിരുന്നു. ഇതിന് മറുപടിയായി ഖത്തറിലെ US-ന്റെ അൽ ഉദൈദ വ്യോമതാവളത്തിലേക്ക് ഇറാൻ മിസൈലുകൾ അയക്കുകയും ചെയ്തിരുന്നു. നിലവിലെ സംഘർഷങ്ങൾക്കിടയിലും നയതന്ത്ര നീക്കങ്ങൾ സജീവമാണ്. ചൊവ്വാഴ്ച ജനീവയിൽ നടന്ന 2ാം വട്ട ചർച്ചയിൽ ഒരു കരടു രൂപരേഖ തയ്യാറാക്കിയ US-ഉം ഇറാനും 3ാം വട്ട ചർച്ചയിൽ അന്തിമ കരാറിന് രൂപം നൽകാൻ ഒരുങ്ങുകയാണ്. ആണവ കരാർ സംബന്ധിച്ച ട്രംപിന്റെ അന്ത്യശാസനം, US സൈന്യത്തിന്റെ സന്നദ്ധത, ഇറാനോടുള്ള ഇസ്രയേലിന്റെ മുന്നറിയിപ്പ്, ഇറാനിൽ നിന്നുള്ള പ്രത്യാക്രമണ ഭീഷണി എന്നിവയെല്ലാം പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷഭരിതമായ അവസ്ഥയിലേക്ക് തള്ളിവിടുകയാണ്. ട്രംപിന്റെ നിലപാടും സൈനിക സന്നദ്ധതയും ഈ വാരാന്ത്യത്തിൽ തന്നെ ഇറാനെതിരെ ആക്രമണം നടത്താൻ US സൈന്യം പൂർണ്ണ സജ്ജമാണ് എന്ന് പെന്റഗൺ വൈറ്റ് ഹൌസിനെ ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. ഒന്നുകിൽ ഒരു കരാർ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇറാനെ സംബന്ധിച്ച് കാര്യങ്ങൾ ദൗർഭാഗ്യകരമാക്കും എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. കഴിഞ്ഞ ദിവസം നടന്ന ബോർഡ് ഓഫ് പീസ് സമ്മേളനത്തിലും 10 ദിവസത്തിനകം നിർണായകമായ എന്തെങ്കിലും സംഭവിക്കുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർഷ്യ ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഇറാനെതിരായ ആക്രമണത്തിന് ഉപയോഗിച്ചേക്കാം എന്ന ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് രാജ്യാന്തര തലത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇറാന്റെ പ്രത്യാക്രമണ ഭീഷണി, അമേരിക്കയുടെ ഭീഷണിക്ക് ശക്തമായ ഭാഷയിലാണ് ഇറാൻ മറുപടി നൽകിയത്. US സൈനിക നടപടി ഉണ്ടായാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ തകർക്കാൻ തങ്ങൾക്ക് നിയമപരമായ അവകാശമുണ്ട് എന്ന് UN-ലെ ഇറാൻ സ്ഥാനപതി അമീർ സയ്യിദ് ഇവാനി വ്യക്തമാക്കിയിട്ടുണ്ട്. UN സെക്രട്ടറി ജനറലിനും രക്ഷാസമിതിക്കും അയച്ച കത്തിൽ ട്രംപിന്റെ പ്രസ്താവനകൾ അന്താരാഷ്ട്ര സമാധാനത്തിന് ഭീഷണിയാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. നയതന്ത്ര പരിഹാരങ്ങൾക്ക് ഇറാൻ സന്നദ്ധമാണെന്നും എന്നാൽ അധിനിവേശത്തെ ചെറുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രയേലിന്റെ ജാഗ്രത. സംഘർഷം മുറുകുന്നതിനിടയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിട്ടുണ്ട്. ഇസ്രായേലിന് നേരെ ഇറാൻ എന്തെങ്കിലും തരത്തിലുള്ള നീക്കം നടത്തിയാൽ ചിന്തിക്കാൻ പോലും ആകാത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് അദ്ദേഹം ഭീഷണി മുഴക്കിയത്. ഇസ്രായേൽ പ്രതിരോധ സേനയായ IDF നിലവിൽ അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ഇറക്കുമതിക്ക് 10% പുതിയ തീരുവ ഉത്തരവിൽ ഒപ്പുവെച്ച US പ്രസിഡന്റ് നേരത്തെ ഏർപ്പെടുത്തിയിരുന്ന ഇറക്കുമതി തീരുവകൾ US സുപ്രീം കോടതി റദ്ദാക്കിയതിന് മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് പുതിയ ഉത്തരവ്. 150 ദിവസത്തേക്ക് പരിമിതപ്പെടുത്തുന്ന നിയമത്തിന് കീഴിലായിരിക്കും പുതിയ താരിഫുകൾ ഉൾപ്പെടുത്തുക. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കുമേൽ ഏർപ്പെടുത്തിയ പകര തീരുവ സുപ്രീം കോടതി റദ്ദാക്കിയതിൽ ട്രംപ് രൂക്ഷ വിമർശനവുമായാണ് രംഗത്തെത്തിയത്. ലജ്ജ തോന്നുന്നുവെന്ന് പ്രതികരിച്ച ട്രംപ് വിധി അങ്ങേയറ്റം നിരാശാജനകമാണ് എന്നും പറഞ്ഞു. പുതിയ താരിഫുകൾ വന്നതോടുകൂടി ഒരു ക്രമീകരണ പ്രക്രിയ
വേണമെന്നും ആരംഭിക്കുകയാണ് എന്നും നിയമം ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഞങ്ങളുടെ സ്വീകാര്യവും ഉചിതവുമായ താരിഫ് രീതിക്കെതിരെ വോട്ട് ചെയ്ത സുപ്രീം കോടതി അംഗങ്ങൾ സ്വയം ലജ്ജിക്കണം. അവരുടെ തീരുമാനം പരിഹാസ്യമാണ്. ഇപ്പോൾ പുതിയ ക്രമീകരണ പ്രക്രിയ ആരംഭിച്ചു കഴിയുകയാണ്. മുമ്പ് നമുക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ പണം സമ്പാദിക്കാൻ സാധ്യമായതെല്ലാം ഞങ്ങൾ ചെയ്യുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ പോസ്റ്റിൽ അറിയിച്ചു. ആഗോള വ്യാപാര മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ വിവിധ രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ കുത്തനെ ഉയർത്താനുള്ള തീരുമാനം പ്രസിഡന്റിന്റെ അധികാര പരിധി ലംഘിക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി പകരത്തീരുവ റദ്ദാക്കിയത്. 9 അംഗങ്ങളുള്ള ജഡ്ജിമാരുടെ പാനലിൽ 6 പേർ ട്രംപിനെതിരെ നിലപാടെടുത്തു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ട്രംപിനെതിരെ പൊരുതുമ്പോഴും ട്രംപ് അതിനേക്കാൾ ഇരട്ടി ശക്തിയിൽ ഇറാനെ തിരിച്ചടിക്കുമെന്ന ഒരൊറ്റ ചിന്ത മാത്രമാണ് ട്രംപിന് ഇപ്പോൾ നിലവിലുള്ളത്. അതേസമയം ഇറാനെതിരെ അമേരിക്കൻ ആക്രമണം ഉണ്ടായാൽ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന് ഭീഷണി മുഴക്കി കഴിഞ്ഞിരിക്കുന്നു ഇറാൻ. മധ്യപൂർവ്വ മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾ, സ്വത്തുവകകൾ, മറ്റ് സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിടുമെന്നാണ് ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറലിന് നൽകിയ കത്തിൽ UN-ലെ ഇറാൻ സ്ഥാനാധിപതി അമീർ സായിദ് ഇറാവാനി പറയുന്നത്. അമേരിക്കൻ നീക്കം മേഖലയിലെ കനത്ത നാശത്തിന് കാരണമാകുമെന്നും രാജ്യാന്തര സമാധാനം നഷ്ടപ്പെടുത്തുമെന്നും ഇറാൻ സ്ഥാനാധിപതി പറയുകയാണ്. പരസ്പര ബഹുമാനത്തോടെയുള്ള നയതന്ത്ര പരിഹാരമാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. മറിച്ചായാൽ കടുത്ത പ്രത്യാക്രമണം ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുകയാണ്. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും US സൈനിക താവളമുണ്ട്. ഇവ ആക്രമിക്കപ്പെട്ടാൽ ഗൾഫ് മേഖല സംഘർഷഭരിതമാകും. മേഖലയുടെ സമാധാന അന്തരീക്ഷം പൂർണ്ണമായും തകരും. അതേസമയം മധ്യപൂർവ്വ മേഖലയിൽ അമേരിക്കൻ സൈനിക നീക്കം ശക്തമായി നടക്കുന്നുണ്ട്. യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും സജ്ജമായി കഴിഞ്ഞു. ആണവ സമ്പുഷ്ടീകരണം നിർത്തിവെക്കില്ല എന്നാണ് ഇറാൻ ആവർത്തിക്കുന്നത്. ഇക്കാര്യം അമേരിക്ക ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ആണവ വിഷയത്തിൽ സൈനിക പരിഹാരം സാധ്യമല്ലെന്നും ഇറാൻ വ്യക്തമാക്കി. US-മായി അർത്ഥവത്തായ ഉടമ്പടിയിൽ എത്തിച്ചേരുന്നില്ലെങ്കിൽ ഇറാൻ ചീത്ത കാര്യങ്ങളെ ക്ഷണിച്ചു വരുത്തുമെന്ന് പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതിനിടയിലാണ് നിലപാട് വ്യക്തമാക്കി ഇറാൻ ഭരണ നേതൃത്വം രംഗത്തെത്തിയത്. 10 ദിവസത്തിനകം സംഭവിക്കണമെന്ന് ട്രംപ് അന്ത്യശാസനം നൽകിയിരിക്കുന്നു. ഇല്ലെങ്കിൽ അടുത്ത പടിയിലേക്ക് കടക്കാൻ അമേരിക്ക നിർബന്ധിതമാവുമെന്നും ബോർഡ് ഓഫ് പീസിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കവേ ട്രംപ് പറയുകയാണ്. ഇറാൻ ആണവായുധങ്ങൾ കൈവശം വയ്ക്കുന്നത് തുടർന്നാൽ പശ്ചിമേഷ്യയിൽ സമാധാനം സാധ്യമാകുകയില്ലെന്ന് ആണ് US-ന്റെ നിലപാട്. സംഘർഷാവസ്ഥയ്ക്ക് പരിഹാരം തേടി ഒമാന്റെ മധ്യസ്ഥയിൽ ജനീവയിൽ 2ാം ഘട്ട ചർച്ച നടന്നതിന് പിന്നാലെയാണ് കാര്യങ്ങൾ വീണ്ടും കലുഷിതമാകുന്നത്. ആറ്റം ബോംബ് സ്വന്തമാക്കുന്നതിനുള്ള ഇറാന്റെ ശ്രമങ്ങൾ തടയുന്നതിനാണ് തങ്ങളുടെ നീക്കമെന്നാണ് അമേരിക്ക പറയുന്നത്. എന്നാൽ അങ്ങനെ ഒരു ശ്രമം നടക്കുന്നില്ല എന്നും US ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ പിൻവലിക്കണമെന്ന തങ്ങളുടെ ആവശ്യമെന്നും ഇറാൻ അവകാശപ്പെടുന്നു. അതിനിടെ ഇറാനുള്ള പിന്തുണ ആവർത്തിച്ച് പ്രഖ്യാപിച്ച റഷ്യ രംഗത്തെത്തി. സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇന്ത്യൻ സമുദ്ര അതിർത്തിക്ക് സമീപത്ത് കണ്ടതിനെ തുടർന്ന് ഈ കോസ്റ്റ് ഗാർഡ് പിടിച്ചെടുത്ത ഇറാൻ കപ്പലുകൾ നടത്തിയത് അതിദുരൂഹമായ സാഹചര്യമെന്ന റിപ്പോർട്ട്. ഫെബ്രുവരി 5-നാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദി അസ്വാഡ് സ്റ്റാർ, അൽ ജസീയ, സ്റ്റെർല റൂബി എന്നീ ഇന്ധന കപ്പലുകൾ പിടിച്ചെടുത്തത്. ഇതിൽ അസ്വാഡ് സ്റ്റാർ എന്ന കപ്പൽ ജനുവരി 20 മുതൽ 28 വരെ പാകിസ്ഥാന്റെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലായിരുന്നുവെന്നാണ് വാർത്തകൾ.